ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. ഈ കഥ അങ്ങനെ എല്ലാവർക്കും കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നല്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു കഥ കേട്ടാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തിക്കോ. അവസാനം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്. ഇതൊരു ഭ്രാന്തമായ ആശയമുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അല്പം ഭ്രാന്തുള്ളവർക്ക് മാത്രമേ ഇത് കേട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ. കഥയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ, ഒരു റെസ്റ്റോറന്റിൽ കുറച്ച് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഞാൻ വരുന്നത് ഭാവി കാലത്തിൽ നിന്നാണ് ഈ ഭൂമിയെ രക്ഷപ്പെടുത്താനായിട്ട്. അവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കഥ കേട്ട് തന്നെ മനസ്സിലാക്കാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഇതൊരു സാധാരണ കഥയല്ല. സിംബോളിക്കലി പല കാര്യങ്ങളും ഇതിൽ കാണിക്കും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം ഈ ഒരു കഥ കേട്ടാൽ മതി കേട്ടോ. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കഥകളും പറയണ്ടേ. ഈ കഥ പറഞ്ഞു തീർത്ത സമയത്ത് അവസാനം എനിക്ക് തന്നെ വട്ടുപിടിച്ചു, എന്തോ നാടേ ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് വളരെ റഷ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഒരുപാട് ഓർഡർ വരുന്നു, അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, ചില ആൾക്കാരൊക്കെ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഭയങ്കര തിരക്കായിട്ടുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വരികയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആളെ ഒരു ഭ്രാന്തനാണെന്ന് പറയും. അതായത് ആവശ്യമില്ലാത്ത പഴയ കുറെ സാധനമെല്ലാം മേത്ത് ചുറ്റി വെച്ച് ആകെക്കൂടി അലങ്കോലമായി കിടക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വസ്ത്രധാരണ. ഇയാൾ ആ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറി വന്ന ഉടനെ പറയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങളെ ഉപദ്രവിക്കാനോ കൊള്ളയടിക്കാനോ അല്ല ഞാൻ വന്നത്. ഞാൻ വരുന്നത് നിങ്ങളുടെ ഭാവി കാലത്തിൽ നിന്നാണ്. ഞാനൊരു ടൈം ട്രാവലറാണ്. ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും മൈൻഡാക്കോ? ഉറപ്പായിട്ടും ആളുകൾ വിചാരിക്കും ആൾക്ക് ഭ്രാന്താണെന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ലേഡി ആണെങ്കിൽ അവരുടെ ഫോണിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ആ ഒരു ഫോൺ മേടിച്ചു വലിച്ചെറിഞ്ഞിട്ട് പറയണത്, ഇതാ ഈ ഫോണാണ് എല്ലാത്തിനും കാരണം. ഇപ്പൊ വലിയ ആളുകൾ വരെ കുട്ടികളെ പോലെ ഈ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവി നശിക്കാൻ പോകുന്നത് ഈ ഫോണും ഇതിലാ ഒരു ടെക്നോളജിയും ഇതെല്ലാം കാരണമാണ്. ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നശിപ്പിക്കും. ഇയാളുടെ ഈ ഒരു സംസാരവും പെരുമാറ്റം എല്ലാം കണ്ടപ്പോൾ ആ കൂട്ടത്തിലെ ഒരാൾ നൈസായിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. ഇയാൾക്ക് എന്തോ ചെറിയൊരു പേടിയായി. അപ്പത്തിന് പറയാണ്, നിക്കട അവിടെ, മര്യാദക്ക് അവിടെ ഇരുന്നു എന്ന് പറയാണ്. ഇയാളുടെ ഈ ഓവറായിട്ടുള്ള സംസാരം കണ്ടപ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് വന്ന് രണ്ടെണ്ണം കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതേ നേരം ഒരു റിമോട്ട് കയ്യിൽ വെച്ച് ഇയാൾ പറയാണ്, അടുത്തേക്ക് വന്നു പോകരുത്, ഇത് ഞാൻ ഞെക്കും, എന്റെ ദേഹം നിറയെ ബോംബാണ്, അതുകൊണ്ട് മര്യാദക്ക് അവിടെ ഇരുന്നു എന്ന് പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വാർണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു ഫ്യൂച്ചർ ഇല്ല, എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ആ ചെറിയ മെഷീൻ, ആ മൊബൈലാണ്. എപ്പം നോക്കിയാലും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ പറഞ്ഞ് നിങ്ങളെല്ലാവരും അതിനുള്ളിൽ തന്നെയാണ്. ലോകത്ത് എന്ത് നടക്കുന്നു അതൊന്നും മനസ്സിലാക്കുന്നില്ല. റിയാലിറ്റിയെ മനസ്സിലാവാതെ നിങ്ങൾ ആ ലോകത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഫോണ്, ബാത്റൂമിൽ പോകുമ്പോൾ ഫോണ്, എങ്ങോട്ടേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ വേണം. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ഫോണും അതിന്റെ ആ ഒരു ടെക്നോളജിയും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരാനിരിക്കുന്ന ആ വലിയ നാശം അതെന്താണെന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഭാവി കാലത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് കേട്ട ആ കൂട്ടത്തിൽ ഒരാൾ ചിരിക്കുകയാണ് കേട്ടോ. ഒരു കത്തിയെടുത്ത് നേരെ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നിനക്കെന്നടാ ഞാൻ പറയുന്നത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ നടക്കാൻ പോകുന്നത് വലിയൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് എനിക്കൊരു സൈന്യത്തെ വേണം, എനിക്ക് കൂട്ടാളികളെ വേണം. ഞാൻ പറയുന്നത് വെറും ഒരു തമാശയല്ല. ഈ കൂട്ടത്തിൽ പലരെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് 117ാമത്തെ തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങളിൽ പല ആൾക്കാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പല ആൾക്കാരും എന്റെ കൂടെ വന്ന് എന്റെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 117 തവണയും ഞാൻ തോറ്റുപോയി. ഇപ്പതാ 118ാമത്തെ തവണ ഞാൻ വന്നിരിക്കുകയാണ്, വീണ്ടും ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഇയാൾ ഈ പറയുന്ന കാര്യം ഇപ്പോഴും പലർക്കും വിശ്വാസമായിട്ടില്ല. അതുപോലെ ഈ ഒരാളെ തൽക്കാലം നമുക്ക് ഫ്യൂച്ചർ മാൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഈ ഒരു ഫ്യൂച്ചർ മാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, ട്ടാ നിന്റെ ഫേവറേറ്റ് സിനിമ ഇതല്ലേ? അത് കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോണ്. ഈ കാര്യം ഇതെങ്ങനെയാ നിങ്ങൾക്ക് അറിയുന്നത്? ഇതൊക്കെ എനിക്കറിയാം, നിന്നോടൊക്കെ എത്ര തവണ ഞാൻ സംസാരിച്ചിരിക്കുന്നു. അതുപോലെ തൊട്ടപ്പുറത്ത് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഓൾഡായിട്ടുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. ആ അമ്മൂമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു പ്ലാനിലാണ്. എന്നാൽ അപ്പൂപ്പൻ വിചാരിക്കുന്നത് ഈ അമ്മൂമ്മയ്ക്ക് ഇയാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവരെ കല്യാണം കഴിക്കണം എന്നൊക്കെയാ. അതായത് രണ്ടുപേരും രണ്ട് മൈൻഡ് സെറ്റിലാണ്. ഇവർ രണ്ടുപേരും ഈ 117 തവണ വന്നിട്ടും എന്റെ കൂട്ടത്തിൽ പോരാളികളായിട്ട് എന്റെ കൂടെ ചേർന്നിട്ടില്ല. എന്തായാലും നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ഒരു കാക്കി ഷർട്ടിട്ട് ഒരാൾ കൈ പൊന്തിക്കുന്നുണ്ട്. കൈ പൊന്തിച്ച പാട് തന്നെ നമ്മുടെ ഫ്യൂച്ചർമാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയാണ്, നീ കൈ പൊന്തിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കാലിന് ഓൾറെഡി വയ്യ, നീ എന്റെ ടീമിൽ ചേരണ്ട. ഇപ്പൊ മറ്റൊരു അപ്പൂപ്പൻ കൈവന്തിച്ച സമയത്ത് നിങ്ങളും ദയവ് ചെയ്ത് കൈവന്തിക്കല്ലേ, ഒരു കാര്യമില്ല. തൊട്ടപ്പുറത്ത് കണ്ണാടിയിട്ട കുറച്ച് തടിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ എന്റെ ടീമിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. പല പോരാട്ടത്തിലും നിർണായകമായ സമയത്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം അവിടെ വെക്കട്ടെ. ഞാനിതാ വീണ്ടും ഒരു പോരാട്ടത്തിന് പോവാണ്. അപ്പൊ എന്റെ ടീമിലേക്ക് ഈ ലോകത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് ആരാണ് വരുന്നത്? ഇതേ സമയം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരി പോലീസിന് ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യാതെ ഈ ഫ്യൂച്ചർമാൻ പറയാണ്, നിന്നോട് പല തവണ ഞാൻ പറഞ്ഞതാ പോലീസ്
പോലീസിനെ വിളിക്കരുതെന്ന് 117 തവണ ഇങ്ങോട്ടേക്ക് വന്നു പോയതാണ്. അതുകൊണ്ട് ആ സ്ത്രീ അങ്ങനെ തന്നെ ചെയ്യുന്ന ഫ്യൂച്ചർമാന് നന്നായിട്ട് അറിയാം. പിന്നീട് ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, എന്റെ ടീമിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോന്നോ? ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല കേട്ടോ. ഇയാളുടെ ടീമിലേക്ക് ആരും ഇപ്പോൾ വരുന്നില്ല. ഇതേ സമയത്ത് തന്നെ പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ വലിയ പ്രശ്നം പുറത്ത് നടക്കാൻ വേണ്ടി പോണ്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു സ്ത്രീ കൈപൊന്തിച്ചിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന്. അവരുടെ പേര് ജിലിയൻ എന്നാണ്. പിന്നീട് ആരും മുന്നോട്ടേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർമാൻ കൂട്ടത്തിലെ ഓരോരുത്തരെയായിട്ട് സെലക്ട് ചെയ്യാണ്. കുറച്ച് തടിച്ച് മൊട്ടയായിട്ടുള്ള ഒരാളെ, ഇയാളുടെ പേര് സ്കോട്ട് എന്നാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കപ്പിള് മാർക്ക് ആൻഡ് ജാനറ്റ്, രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾ മുന്നോട്ടേക്ക് വന്നിട്ട് ഞാനും കൂടെ വരാന്ന് പറയാണ്. അതായത് കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോച്ചായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പെൺകുട്ടി, അവളുടെ ഒരു ഡ്രസ്സിംഗ് എല്ലാം കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെ, ഒരു സിൻഡ്രല്ലയെ പോലെയുണ്ട്. തൽക്കാലം നമുക്ക് അവളെ ഒരു സിൻഡ്രല്ല എന്ന് വിളിക്കാം. അപ്പൊ അവളും പറയാണ് ഞാനും നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാന്ന്. പക്ഷെ അവളുടെ ആ ഒരു കോലവും ലുക്കും ഇതൊക്കെ കണ്ടപ്പോ ഫ്യൂച്ചർമാൻ പറയാണ്, നിന്നെ കണ്ടിട്ട് എന്തോ ഒരു അപലക്ഷണം തോന്നുന്നുണ്ട്, നീ എന്തായാലും വേണ്ടാന്ന് പറയണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സ്പെക്സ് വെച്ച തടിച്ച ഒരു ലേഡി ഉണ്ടല്ലോ സമാന്ത, അവരോടും ടീമിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ പറയണം. ഈ സമയത്താണ് ഒരു ബോട്ടിൽ നിലത്തേക്ക് വീഴുന്നത് കേട്ടോ. അത് പെട്ടെന്ന് കറങ്ങി അതിന്റെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ഭാഗം നമ്മുടെ സിൻഡ്രല്ലയുടെ നേർക്ക് നിൽക്കുകയാണ്. അപ്പൊ ഇതെന്തോ ഒരു നല്ല സൂചനയായിട്ട് ഫ്യൂച്ചർമാൻ കാണുകയാണ്. അവൻ പറയണ, ഇതൊരു നല്ല സൂചനയാണ്, അതുകൊണ്ട് നീയും എന്റെ ടീമിലേക്ക് വന്നു എന്ന് പറയാം. അതായത് ഇയാളുടെ ടീമിലേക്ക് ഇപ്പൊ വന്ന ഓരോ ആൾക്കാരും ഇവർ ഈ ഒരു ടീമിലേക്ക് വരാൻ പ്രത്യേക കാരണങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഫ്യൂച്ചർമാൻ ഇയാൾ പിണ്ടാക്കിയ ഒരു ടീമിനോട് പറയാണ്, നമുക്കിനി എങ്ങനെയെങ്കിലും ഈ ഹോട്ടൽ വിട്ട് പുറത്തേക്ക് കിടക്കണം. എന്നാൽ ഇതിനുശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ നടന്നൊരു കാര്യമാണ്. ഈ ടീമിലേക്ക് ഇപ്പൊ ജോയിൻ ചെയ്ത ടീച്ചേഴ്സ് ആയിട്ടുള്ള മാർക്ക്, ജാനറ്റ്, ഇവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. രണ്ടുപേരും ടീച്ചേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പുതിയൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവർ വന്നിട്ടുണ്ട്. ഈ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ടീച്ചേഴ്സ് അധിക കാലം നിൽക്കാറില്ല. അങ്ങനെ ജാനറ്റും മാർക്കും അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ മാർക്കിന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങാണ്. എന്നാൽ ഒരാൾ പോലും മാർക്കിനെ ഒന്നും മൈൻഡ് ആക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലും ഫോണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴും ഇവർ ഇതൊന്നും മൈൻഡ് ആക്കാതെ ഫോണിൽ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരോട് സംസാരിക്കുന്ന സമയത്തും യാതൊരു മൈൻഡും ഇല്ല. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ആകെ ഒരു മോശം ദിവസമായിരുന്നു. ആകെ ഡിപ്രസ് ആയ മാർക്ക് ഇപ്പോ ജാനറ്റിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ഇവരുടെ ഒരു സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു ഗണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അതെന്താണെന്ന് മാർക്കിന് മനസ്സിലായില്ല. പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉപയോഗം വരും എന്ന് ആ കൂട്ടുകാരൻ പറയാണ്. അങ്ങനെ ഇന്റർവെല് കഴിഞ്ഞു. മാർക്ക് വീണ്ടും പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ക്ലാസ് റൂമിലേക്ക് പോവാണ്. വീണ്ടും അതേ അവസ്ഥ തന്നെ. എല്ലാ പിള്ളേരും ഫുൾ ടൈം ഫോണിൽ അങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും മാർക്കിനെ മൈൻഡ് ചെയ്യുന്നില്ല. ദേഷ്യം വന്ന് ഒരാളുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ ഇപ്പോൾ മാർക്ക് മേടിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ മാറിയാണ്. അതിലൊരു ട്രയാങ്കിൾ വരികയാണ്. എന്നാൽ ആ ഫോണിൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെ ഫോണിലും ഇതുപോലൊരു ട്രയാങ്കിൾ വരികയാണ്. അതിനുശേഷം പിള്ളേരുടെ എല്ലാവരുടെയും സ്വഭാവം ഒന്ന് മാറുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പേടിച്ച മാർക്ക് നേരെ ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള പിള്ളേരെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ മാർക്കിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസ് റൂമിൽ ചെന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ജാനറ്റിനോട് പറയണം. മാത്രമല്ല അവിടുത്തെ ആ ഒരു ഡോറ് ഇവരൊരു വടി വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ പിള്ളേര് വന്നിട്ട് ആ ഒരു വാതില് തല്ലി പൊളിക്കാൻ നോക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും തിരിയുന്നില്ല. അതായത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ കയ്യിൽ നിന്നും ഒന്ന് ഫോൺ മേടിച്ച് വെച്ചേനാ ഈ കോലാഹലങ്ങൾ മുഴുവനും. എന്തായാലും അപ്പോഴേക്കും ഈ പിള്ളേര് വാതിൽ പൊളിച്ചിട്ടുണ്ട്. വേഗം തന്നെ മാർക്കും ജാനറ്റും അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ സ്കൂളിന്റെ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവരുടെ രണ്ട് ഭാഗത്തും പിള്ളേര് ഒരു വല്ലാത്ത രീതിയിൽ ഇവരെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നേരത്തെ മാർക്കിന്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു ഗണ്ണ് അത് ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. പിള്ളേരുടെ നേരെ ആ ഒരു ഗണ്ണ് ചൂണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് മാർക്ക് അവർക്ക് നേരെ അത് ഷൂട്ട് ചെയ്യാണ്. പെട്ടെന്ന് എന്തോ ഒരു സിഗ്നൽ അതിൽ നിന്നും പോയി പിള്ളേരുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ പുറത്തുണ്ടായിരുന്ന പിള്ളേരും വളരെ രൂക്ഷമായിട്ടാണ് മാർക്കിനെയും ജാനറ്റിനെയും നോക്കുന്നത്. എന്തായാലും ഇവർ വേഗം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. ഇതാണ് മാർക്കിന്റെയും ജാനറ്റിന്റെയും കഥ. അവരുടെ കഥ ഇപ്പൊ കാണിച്ചു. ഇനിയിപ്പോ പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്. അതായത് ആ ഹോട്ടലിന്റെ പുറത്ത് കുറെ പോലീസുകാർ വന്നിട്ടുണ്ട്. എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു ഭ്രാന്തൻ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവനെ പിടിക്കാനായിട്ട് പോലീസുകാർ ഈ ഹോട്ടലിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ ഹോട്ടലിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് ഫ്യൂച്ചർമാൻ അയാളിപ്പോ ഉണ്ടാക്കിയ ഒരു പുതിയ ടീമുമായിട്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. ഓൾറെഡി പല തവണ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ മുന്നിലൂടെ പോകാനും പറ്റില്ല, പിന്നിലൂടെ പോകാനും പറ്റില്ല. മുൻഭാഗത്തെ ഡോറിലൂടെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ ഇവരെല്ലാവരെയും വെടിവെച്ച് കൊല്ലും. പിന്നിലൂടെ പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ പട്ടികൾ വന്ന് ഇവരെ ആക്രമിക്കും. ഈ സമയത്ത് ടീമിലുണ്ടായിരുന്ന സ്കോട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആളാണെങ്കിൽ ആരാണ് പോലീസിനെ ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതല്ലേ? എന്നിട്ട് നിങ്ങൾക്കത് തടുക്കാൻ പറ്റേണ്ടതല്ലേ? ഇപ്പൊ ഫ്യൂച്ചർമാൻ പറയാണ്, പല തവണ ഞാനത് തടുത്തിട്ടുണ്ട്, എന്നാൽ എല്ലായ്പ്പോഴും എനിക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്തായാലും നമുക്ക് പുതിയൊരു
ഒരു വഴി ഇപ്പൊ ഒന്ന് പരിശോധിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നല്ലോ, അയാളെ ഒരു വഴിയിലൂടെ വിടുകയാണ്. അപ്പൊ തന്നെ പോലീസിന്റെ വെടിയേറ്റ് അയാൾ മരിക്കുന്നുണ്ട്. ഈ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ജിലി എന്ന് പറഞ്ഞ ഒരു ലേഡി പറയുന്നത്, ദാ ഇവിടെ ഒരു ഡോർ ഉണ്ട്, നമുക്ക് ഇതിലൂടെ പോയാലോ എന്ന്. അങ്ങനെ ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോൾ ബേസ്മെന്റിലൂടെ ഉള്ള ഒരു ഡോറാണ് കേട്ടോ അത്. എന്നാൽ അതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫ്യൂച്ചർമാൻ എല്ലാവരുടെയും ഫോൺ മേടിച്ച് കയ്യിൽ വെക്കുകയാണ്. എല്ലാവരും ഫോണും എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സിൻഡ്രല്ലയോട് ഫോൺ ചോദിച്ചപ്പോൾ സിൻഡ്രല്ല പറയണ, ഏയ് എന്റെ കയ്യിൽ ഫോണൊന്നുമില്ല, ഞാൻ അത് ഉപയോഗിക്കാറില്ല എന്ന് പറയണം. ശരി, എന്തായാലും ഫോണെല്ലാം അവിടെ മേടിച്ച് വെച്ചതിന് ശേഷം ബേസ്മെന്റിലൂടെ അവർ പോവുകയാണ്. എന്നാൽ ഇതാദ്യമായിട്ടാണ് ഈ വഴിയിലൂടെ ഫ്യൂച്ചർമാൻ അയാളുടെ ടീമിനെയും കൂട്ടി പോകുന്നത്. ഇത്തവണ എന്തൊക്കെയോ ഡിഫറന്റ് ആയിട്ട് അയാൾക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ സീൻ കട്ടായി മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ബേസ്മെന്റിലേക്കുള്ള ഈ വഴി കാണിച്ചു കൊടുത്ത ജിലിയൻ ഉണ്ടല്ലോ, അവരുടെ കഥയാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജിലിയൻ നേരെ സ്കൂളിലേക്ക് പോവാണ്. അവരുടെ മുഖക്ക് ആകെ സങ്കടത്തിലാണ്. കാരണം അവരുടെ മകൻ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും വാർത്തയിൽ കാണാറില്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. അമേരിക്കയിലെ സ്കൂളുകളിലേക്ക് പെട്ടെന്ന് ആളുകൾ കയറി ചെന്നു, കുട്ടികളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ. അവിടെ അത് സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അവിടുത്തെ ആളുകളുടെ കയ്യിൽ ഈ വെപ്പൺസ് വളരെ അധികമായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നിരിക്കുകയാണ്. കുറച്ച് കുട്ടികളെ ആ ഒരു വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ജിലിയന്റെ മകന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വരാന്തയിൽ ഇരുന്ന് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേറെയും കുറച്ച് സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെയും മക്കൾ ഇതുപോലെ വെടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജിലിയന്റെ വിഷമം കണ്ട് അവർ പറയാണ്, കുട്ടികൾ മരിച്ചുപോയ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിനക്കും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കൊടുക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ജിലിയൻ വീട്ടിലേക്ക് പോവാണ്. മകൻ മരിച്ച ആ ഒരു വിഷമത്തിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയില്ലേ, ആ അഡ്രസ്സിലേക്ക് ജിലിയൻ പോകുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു ചെറിയൊരു കമ്പനിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പൊ ജിലിയനെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് മകൻ മരിച്ചതിനെ കുറിച്ചൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരാൾ ജിലിയനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ മരിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവന്റെ DNA ഉപയോഗിച്ച് അവനെ പോലെ തന്നെ ഒരാളെ ക്ലോൺ ചെയ്തെടുക്കാൻ കഴിയും. ഇത് കേട്ട ജിലിയൻ ആകെ ഞെട്ടിപ്പോണ്. നിങ്ങൾ എന്തേ പറയുന്നത്, ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നോ? അതെ, ക്ലോൺ ചെയ്തെടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ മകന്റേതായ എല്ലാ ഗുണങ്ങളും ആ ഒരു ക്ലോണിന് ഉണ്ടാവണമെന്നില്ല. സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു പരിപാടിക്ക് നല്ല എക്സ്പെൻസ് വരും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെറിയ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 50% ഡിസ്കൗണ്ടിൽ ഇത് ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ ഞങ്ങൾ തരുന്ന നിങ്ങളുടെ മകന്റെ ക്ലോൺ ഇടയ്ക്കിടയ്ക്ക് ചില പരസ്യങ്ങൾ പറയും. എന്തായാലും ഒരുപാട് വലിയ എക്സ്പെൻസ് ഒന്നും ജിലിയനെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 50% ഡിസ്കൗണ്ട് പ്രൈസിൽ ഈ ക്ലോൺ ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാൾ കൊണ്ടുപോയിട്ട് ജിലിയന്റെ മകന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ദേഷ്യക്കാരനാണോ, സാധുവാണോ, അതുപോലെ തന്നെ എങ്ങനെയാണ് അവന്റെ പെരുമാറ്റം, എല്ലാം കേട്ട് മനസ്സിലാക്കി വിശദമായ ഒരു ഡീറ്റെയിൽ എടുത്ത് അവരോട് പുറത്തു പോയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ജിലിയന്റെ അടുത്തേക്ക് അവരുടെ മകനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരാൾ വരികയാണ് കേട്ടോ. അതായത് എക്സാക്ട്ലി അവളുടെ മകനെ പോലെ തന്നെയുണ്ട്. അതായത് മകന്റെ ക്ലോൺ ആണിത്. അമ്മേവാ നമുക്ക് വീട്ടിൽ പോകാന്ന് പറയാണ്. എന്തായാലും അവനെ കണ്ടപ്പോൾ ജിലിയന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ അവനെ കാറിൽ കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ജിലിയൻ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഈ സമയത്ത് ഈ ക്ലോണ് പറയാണ്, അത് പിന്നെ അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എനിക്കൊരു ഫലൂദ മതി. ഒരു സ്പെഷ്യൽ ഫലൂദയുടെ പേരും പറഞ്ഞ് അതിൽ ഇങ്ങനെയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളത്, കലോറി ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് ജിലിയന് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് അവൾക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. അതായത് ഈ ഒരു ക്ലോണിനെ ഉണ്ടാക്കിയിരിക്കുന്നത് 50% ഡിസ്കൗണ്ട് വെച്ചല്ലേ. അതുകൊണ്ട് തന്നെ അവൻ ഇടക്ക് പറയുന്നു പറഞ്ഞ ആ ഒരു പരസ്യമാണ് ഈ പറയുന്നത്. എന്തായാലും അവനെയും കൂട്ടി ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവന്റെ പെരുമാറ്റം എല്ലാം കുറച്ച് ഡിഫറന്റ് ആണ്. അമ്മ ഞാൻ കളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി കളിക്കുന്നുണ്ട്. ഇല്ലാത്തൊരു ബോൾ അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് അത് തട്ടിയാണ് അവൻ കളിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ജിലിയന് ഭയങ്കര വിയേർഡായിട്ട് തോന്നുകയാണ് ഈ ഒരു കാര്യം. പിന്നീട് ഒരു 1-2 ദിവസത്തിന് ശേഷം ഇതുപോലെ ക്ലോണുകൾ ഉണ്ടാക്കിയ അച്ഛനമ്മമാരുണ്ടല്ലോ, അവർക്കായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങോട്ടേക്ക് ജിലിയനും പോവാണ്. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, എനിക്കെന്തോ ഇതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞിനെ പോലെയല്ല അവ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയണത് അതൊന്നും കുഴപ്പമില്ല, ശീലായിക്കോളുന്ന. പിന്നീട് ആ ഒരു പാർട്ടിയെല്ലാം കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ജിലിയനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ കമ്പനികൾ ഉണ്ടാക്കി തരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ലോൺ ഉണ്ടല്ലോ, ഇതൊന്നും മനുഷ്യരെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ജിലിയൻ, ഞാൻ നിനക്ക് വേറൊരു ഐഡിയ പറഞ്ഞു, നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇയാൾ ഷെയർ ചെയ്യണം. അതായത് ആ ഒരു കമ്പനി നമുക്ക് തരാൻ പോകുന്നത് ക്ലോണുകളൊന്നുമല്ല, നമ്മുടെ മക്കളുടെ യഥാർത്ഥ ശബ്ദമാണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് തരും. പിന്നീട് എല്ലാ ഡീറ്റെയിലും കേട്ടതിന് ശേഷം ജിലിയൻ നേരെ വീട്ടിലേക്ക് ചെന്ന് ആ ഒരു വെബ്സൈറ്റ് എടുത്ത് എല്ലാ ഡാറ്റകളും കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി. അതായത് എങ്ങനെയാണോ ജിലിയന്റെ മകൻ സംസാരിക്കുന്നത് എക്സാക്ട്ലി അതുപോലെ തന്നെ. ശരിക്കും ആ ഒരു ക്ലോൺ കൂടെ ഉണ്ടാവുന്നതിനേക്കാൾ മകൻ കൂടെ
കൂടെ ഉണ്ട് എന്നൊരു തോന്നല് ആ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് തോന്നുകയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ശബ്ദത്തിലൂടെ മകൻ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ജിലിയന് സങ്കടാവുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മകനോട് നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ആ ഒരു ശബ്ദത്തിലൂടെ പറയണ, അമ്മേ ഒരു കാര്യം ചെയ്യും, ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അവിടെ വെച്ച് നമുക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറയാം. അങ്ങനെയാണ് ജിലിയൻ ഈ ഹോട്ടലിലേക്ക് എത്തിയത്. അപ്പൊ ജിലിയന്റെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ആ ഒരു ഹോട്ടലിലെ ബേസ്മെന്റിലൂടെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇനി എങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് ഫ്യൂച്ചർമാനോട് ഇവർ ചോദിച്ചപ്പോൾ ഇനി പോകേണ്ടത് ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു പയ്യന്റെ അടുത്തേക്കാണ്. കാരണം അവൻ കാരണമാണ് ഫ്യൂച്ചർ ഇല്ലാതാകാൻ പോകുന്നത്. കാരണം അവൻ വലിയൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദൈവത്തിന്. 9 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ദൈവത്തിനെ ഉണ്ടാക്കാൻ പോവാന്നോ? അതെ, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ആപ്പാപ്പനായിട്ട് വരുന്ന ഒരു ഗോഡ് AI അതുണ്ടാക്കാൻ പോകുന്നത് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലണം, അവന്റെ ആ ഒരു മിഷനെ തടുക്കണം. അതെങ്ങനെയാ തടുക്കാന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ഫ്യൂച്ചർമാൻ ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ആ പെൻഡ്രൈവ് ആ പയ്യൻ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ ആ മിഷന് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു AI ഇന്റലിജൻസ് മാറിക്കോളും. അത് മനുഷ്യർക്ക് വലിയ കേടില്ല. അപ്പൊ ഈ ഒരു ദൗത്യം ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സേഫ് ആണ്. അതുപോലെ തന്നെ അടുത്ത 50 വർഷത്തേക്ക് ഈ പരിപാടി ചെയ്യാൻ പോകുന്ന ആരും ഇനി ഉണ്ടാകാനും പോകുന്നില്ല. എന്തായാലും ആ 9 വയസ്സുള്ള പയ്യനെ തേടി ഇവർ പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു കാറിൽ പ്രത്യേക തരത്തിൽ മുഖംമൂടി ധരിച്ച ചില ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. ഈ മുഖംമൂടി ധരിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്നും പിന്നീട് ഇവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. തൽക്കാലം ഇവിടെ അവർ സേഫ് ആണ്. ഈ സമയത്ത് ഫ്യൂച്ചർമാൻ എന്തൊരു ആവശ്യത്തിന് കുറച്ച് അപ്പുറത്തേക്ക് പോയ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു മുട്ടയുണ്ടല്ലോ, സ്കോട്ട് പറയാണ്, അതായത് ഇയാളുടെ കയ്യിലുള്ള ആ ഒരു ബോംബൊക്കെ വെറും ഡെമ്മിയാണെന്ന് തോന്നുന്നു, ഇയാൾ വെറുതെ നമ്മളെ പേടിപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്താലോ, ഇയാൾ അടിച്ചിട്ട് നമുക്ക് രക്ഷപ്പെട്ടാലും ചോദിക്കുകയാണ്. എന്നാൽ നമ്മുടെ സിൻഡ്രല്ല പറയാണ്, ഇല്ല ഇല്ല, ഇനിയിപ്പോ ഇത് സത്യമാണെങ്കിലും നുണയാണെങ്കിലും ഞാൻ ഇയാളുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്താണ് സിൻഡ്രല്ലയുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്കോട്ട് ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവളുടെ മൂക്കിൽ നിന്നും ഇതുപോലെ രക്തം വരുന്നത്. ഫ്യൂച്ചർമാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചപ്പോൾ ഇവന്റെ രണ്ടാമത്തെ ഫോൺ ഒളിപ്പിച്ചു വെച്ചതാണ്. എന്തായാലും ആ ഫോൺ മേടിച്ച് സിൻഡ്രല്ല അത് അടിച്ച് പൊളിക്കുകയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഫ്യൂച്ചർമാൻ വരുന്നുണ്ട്. പിന്നീട് അവിടെ വന്ന ഫ്യൂച്ചർമാൻ ഒരു കാര്യം ഇവരോട് എല്ലാവരോടുമായിട്ട് പറയാണ്, നിങ്ങൾ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇത് കൂടുതലായിട്ട് രൂക്ഷമാകും. അപ്പൊ അതിനെ തടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർമാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും എന്നെ മരിക്കാൻ സമ്മതിക്കരുത്, മരിക്കാൻ വിടരുത്. നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മാർക്ക് നമ്മുടെ ഫ്യൂച്ചർമാനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അതായത് ഇത്ര റിസ്ക് എടുത്ത് ആ പയ്യൻ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം അതെന്തിനാണ് നമ്മൾ തടുക്കുന്നത്? ആ പയ്യനെ തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞൂടെ? ഇപ്പൊ ഫ്യൂച്ചർമാൻ പറയാണ്, നീ എന്താടാ ഈ പറയുന്നത്? 9 വയസ്സുള്ള ഒരു ചെറുക്കനെയാണോ കൊല്ലാൻ പറയുന്നത്? ഏയ് അതൊന്നും വേണ്ട, അവനുണ്ടാക്കുന്ന ആ ഒരു പ്രോഗ്രാം മാത്രം നമുക്ക് നശിപ്പിച്ച് കളഞ്ഞാൽ മതി. ഈ സമയത്താണ് നേരത്തെ ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ ആ ഒരു മുഖംമൂടിക്കാരുണ്ടല്ലോ അവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേ കുറച്ച് തടിയായിട്ട് കണ്ണടിയെല്ലാം വെച്ചൊരു ലേഡി ഉണ്ടായിരുന്നില്ലേ, സമാന്ത, അവരാദ്യം തന്നെ ഇവർ വെടിവെച്ച് കൊന്നുകളിയാണ്. ബാക്കിയുള്ളവരെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഒരു കാർ എടുത്ത് ഇവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പറ്റിയില്ല. കാറിന്നും ഇവരിറങ്ങി ഓടുകയാണ്. എന്നാൽ ആ കാർ ആ സമയത്ത് ന്യൂട്രലായി പോവാണ്. അത് പതിയെ പതിയെ ബേക്കോട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും ആണെങ്കിലോ മറ്റൊരു ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് പോകാൻ ഒരു സ്ഥലമില്ല. ആ മുഖംമൂടിക്കാരാണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പൊ ഇവര് ഒന്നും നോക്കിയില്ല, തൊട്ട് താഴെ ഒരു വേസ്റ്റിന്റെ വലിയ കൊട്ടയുണ്ടായിരുന്നു, അതിലേക്ക് ഇവരെടുത്ത് ചാടുകയാണ്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ആ ഒരു മുഖംമൂടിക്കാരൻ അയാളുടെ ഗൺ ഉപയോഗിച്ച് ഇവരെ താഴേക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുമ്പോൾ നേരത്തെ ഉരുണ്ടു വന്ന ആ ഒരു കാർ ഇവന്റെ ദേഹത്തേക്ക് വന്നിടിക്കുകയാണ്. അവൻ സ്പോട്ടിൽ മരിച്ചു പോവാണ്. എന്നാൽ കാർ അവിടെ വന്നിടിച്ചത് മാത്രമല്ല, ആ ഒരു മതില് തകർത്ത് താഴോട്ടേക്ക് അത് വീഴുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഫ്യൂച്ചർമാൻ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സിൻഡ്രല്ലയോട് മാറാൻ പറയുന്നുണ്ട്. അവള് മാറുന്നുമില്ല. അവളാണെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തയിലാണ്. പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർമാൻ ഓടിച്ചെന്ന് അവളെ പിടിച്ച് തള്ളി മാറ്റുകയാണ്. അതേ സമയത്ത് കാറ് വന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറയാം. കറക്റ്റ് സമയത്ത് ഫ്യൂച്ചർമാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ സിൻഡ്രല്ല മരിച്ചുപോയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ആരാണ് ഈ സിൻഡ്രല്ല, അവളുടെ കഥയാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. സിൻഡ്രല്ലയ്ക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അസുഖമുണ്ട്. പലർക്കും പല അലർജി ഉണ്ടാവുമല്ലോ. എന്നാൽ സിൻഡ്രല്ല അവളുടെ അലർജി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി സംബന്ധമായ എന്തെങ്കിലും ഒരു വിഷയം അത് അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവളുടെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയില്ല. അവളുടെ മൂക്കിലെയും തലച്ചോറിലെയും ഞരമ്പുകൾ പൊട്ടി രക്തം പതിയെ പതിയെ പുറത്തേക്ക് വരും. അതായത് ടെക്നോളജി സംബന്ധമായ ഒരു സാധനവും അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ അവളെ ഒരു പ്രത്യേക രീതിയിലാണ് അവളുടെ അച്ഛനും അമ്മയും വളർത്തിയത്. പുറത്തേക്കൊന്നും വിടാതെ വീട്ടിൽ തന്നെ നിർത്തി അവളെ വളർത്തും. എന്നാലും ഒരു ഘട്ടത്തിൽ അവളുടെ നിർബന്ധപ്രകാരം അവൾക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കുകയാണ്. അത് അത്ര വലിയ പ്രശ്നമാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അത് ഭയങ്കര ഡേഞ്ചറായിട്ട് മാറുകയാണ്. ആ ഫോണും അതിലെ ആ ഒരു സിഗ്നലും അതിന്റെ ആ ഒരു ടെക്നോളജി ഇതെല്ലാം അതിന്റെ ആ ഒരു പ്രസൻസ് തന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണം വരുത്തുകയാണ്. മൂക്കിൽ നിന്നും രക്തവും വരുന്നുണ്ട്.
അങ്ങനെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോണും മേടിച്ചു വെക്കുകയാണ്. പതിയെ പതിയെ ഇങ്ങനെയുള്ള ഈ ഒരു ലൈഫ് അവൾക്ക് മടുപ്പായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ഡെലിവറിക്കായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട് കേട്ടോ. അവനോട് ഒരു അട്രാക്ഷൻ തോന്നിയ നമ്മുടെ സിൻഡ്രല്ല അവനോട് ചോദിക്കുകയാണ്, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ എന്ന്. അങ്ങനെ അവന്റെ കൂടെ സിൻഡ്രല്ല പോവുകയാണ്. അവള് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുമില്ല. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. സിൻഡ്രല്ലയും ആ ഒരു പയ്യനും രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പയ്യന്റെ വീട്ടിലേക്ക് ഒരു ഡെലിവറി വരികയാണ്. ഡെലിവറി ബോയ് പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു പെട്ടി അവൻ തുറക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു VR ഹെഡ്സെറ്റ് ആയിരുന്നു. അപ്പൊ അത് കണ്ട പാടിനെ സിൻഡ്രല്ല പറയാണ്, നിനക്കറിയില്ലേ എനിക്ക് ഈ ടെക്നോളജി ഒന്നും പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യമൊക്കെ. ഇപ്പൊ ആ ഒരു പയ്യൻ പറയണം, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്റെ അടുത്തുനിന്ന് ഇത് ഓൺ ആക്കില്ല, അപ്പുറത്തെ മുറിയിൽ പോയിട്ട് ഞാൻ അവിടുന്ന് ഇത് വർക്ക് ചെയ്യിപ്പിക്കുള്ളൂ എന്ന് പറയണം. പിന്നീട് ജോലിക്കൊന്നും പോവാതെ ഇവനെങ്ങനെ ആ ഒരു VR ഹെഡ്സെറ്റ് നോക്കിയിട്ട് മടിച്ച് വീട്ടിലിരിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം നോക്കാനായിട്ട് നമ്മുടെ സിൻഡ്രല്ല ജോലിക്കായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ കണ്ട വഴിയാണ് ഈ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു രാജകുമാരിയെ പോലെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് കേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ബർത്ത്ഡേ പരിപാടി ഒന്ന് കളറാക്കി കൊടുക്കുക. അതാണ് അവളുടെ പരിപാടി. അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചെറിയ കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിൻഡ്രല്ല വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ കെട്ടിയവൻ ഇപ്പോഴും ആ ഒരു ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ അതിൽ വല്ലാതെ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. രാത്രി അവൾ കിടക്കാൻ നോക്കുമ്പോൾ എപ്പോഴും അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ചെറുക്കനാണെങ്കിൽ ഇപ്പൊ അവിടെയില്ല. രാത്രിയും ഗെയിം കളി തന്നെ. കുറെ നേരം ഗെയിം കളിക്കും, എന്നിട്ട് വന്നിട്ട് ഭക്ഷണം ഇരുന്ന് കഴിക്കും. ഒരു വല്ലാത്ത വൃത്തികെട്ട ലൈഫ് സ്റ്റൈലിലേക്ക് അവൻ പോവുകയാണ്. ആ സമയത്ത് സിൻഡ്രല്ല ചെന്നിട്ട് അവനോട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയാണ്, എനിക്കെന്തോ ഈ ശരിക്കുള്ള നമ്മുടെ ഈ ലോകം ഉണ്ടല്ലോ ഇതിനേക്കാൾ ഇഷ്ടം ആ ഗെയിമിന്റെ ആ ഒരു വെർച്വൽ വേൾഡ്, അതിനോടാണ് എനിക്ക് ഇഷ്ടം തോന്നിയെന്ന് പറയാണ്. ചെറുക്കന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഒരു പരിധി വരെ സിൻഡ്രല്ലയ്ക്ക് മനസ്സിലായി. മാത്രമല്ല ടെക്നോളജി അവളുടെ അടുത്ത് നിന്ന് ഒരുപാട് ഇവൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശാരീരികമായിട്ട് നമ്മുടെ സിൻഡ്രല്ലയ്ക്ക് അത് എഫക്റ്റ് ആകുന്നുണ്ട്. ഒരു ദിവസം ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോയ സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവളുടെ മൂക്കിൽ നിന്നും രക്തം വരികയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പരിപാടിയിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അവളുടെ കെട്ടിയവൻ എന്നും പെരുമാറുന്നത് പോലെയല്ല ഇന്ന് പെരുമാറുന്നത്. ഫുള്ള് വീടെല്ലാം ക്ലീൻ ആക്കിയിട്ട് നല്ല ഫുഡൊക്കെ അവൾക്ക് ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് അത് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സിൻഡ്രല്ലയോട് അവനൊരു കാര്യം പറയണം, അതായത് ഞാൻ ഇവിടുന്ന് പോവാണ്, എനിക്ക് ഈ ശരിക്കുള്ള ലോകം എനിക്കത് ഇഷ്ടമാകുന്നില്ല. ഒരു വലിയ ഗെയിം സെന്റർ ഉണ്ട്, അവിടെ പോയാൽ ഫുൾ ടൈം ഈ ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു കാര്യം സിൻഡ്രല്ലയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ. എന്തായാലും ഇതും പറഞ്ഞ് അവൻ പോവാൻ നിൽക്കുമ്പോൾ സിൻഡ്രല്ല കുറേയൊക്കെ അവന് തടുക്കാൻ നോക്കി. പക്ഷെ അവൻ നിന്നില്ല. എന്നാൽ അവൻ ഉപയോഗിച്ച ആ ഒരു VR ഹെഡ്സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് അവൾ അത് തല്ലി പൊളിച്ചു കളയാണ്. ഇത്രയാണ് സിൻഡ്രല്ലയുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ഫ്യൂച്ചർമാന്റെ കൂടെ ഇവരെല്ലാവരും ആ ഒരു 9 വയസ്സുള്ള ചെറുക്കനെ തേടി അവന്റെ വീടിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ടീമിലുള്ള ഓരോ ആൾക്കാരും ടെക്നോളജി കാരണം ബാധിക്കപ്പെട്ട ആൾക്കാരാണ്. എന്തായാലും ഫ്യൂച്ചർമാൻ ഒരു കാര്യം പറയുന്നുണ്ട്, പല തവണ ആ ഒരു ചെറുക്കനെ തടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, പക്ഷേ എന്നെ കൊണ്ടത് സാധിച്ചില്ല, പല രീതിയിലും തടസ്സങ്ങളാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് സ്കോട്ട് പറയണം, പിന്നെ 9 വയസ്സുള്ള ആ ഒരു ചെറുക്കൻ എന്ത് ചെയ്യാനാ? എന്നാൽ ഫ്യൂച്ചർമാൻ പറയാണ്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല, അതുകൊണ്ട് തൽക്കാലം എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിക്കുമെന്ന് പറയണം. ഇപ്പൊ അവിടെ കണ്ട ഒരു വീട്ടിൽ കയറിയിട്ട് അത്യാവശ്യം ഒരു ചെറിയ പോരാട്ടമൊക്കെ വന്നാൽ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർ നടത്തുന്നുണ്ട്. അതായത് ഈ ക്രിക്കറ്റ് ബാറ്റും അതുപോലെ തന്നെ ആ സമയത്തിടുന്ന ഹെൽമെറ്റൊക്കെ ഇവരിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല ഫ്യൂച്ചറിൽ ഈ ലോകം നശിക്കുന്നു പറയുന്നുണ്ടല്ലോ, ഏത് രീതിയിലാണ് നശിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഫ്യൂച്ചർമാൻ പറയാണ്, ഏകദേശം ഒരു 50% ആൾക്കാർ ഈ ലോകത്തുനിന്ന് ഇല്ലാതാവും, അവർ മരിച്ചു പോകും. ബാക്കിയുള്ള ആൾക്കാർ ഈ ഗെയിം വെർച്വൽ വേൾഡ് അതിലേക്ക് അഡിക്റ്റ് ആയി പോകും. അതായത് പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും മനുഷ്യനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ സ്കോട്ട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളും അതേ കാലഘട്ടത്തിൽ നിന്നല്ലേ വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അടിമയായി മാറിയില്ല? അതിന് ഒരു കാരണമുണ്ട് എന്ന് ഫ്യൂച്ചർമാൻ പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഫ്യൂച്ചർമാന്റെ ചെറുപ്പമാണ്. കുട്ടിയായിരിക്കുന്ന ഫ്യൂച്ചർമാൻ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീടുകൾ, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. അതായത് കുട്ടിയായിരിക്കുന്ന ഫ്യൂച്ചർമാനെ അവന്റെ അമ്മ എപ്പോഴും പുറത്തേക്ക് വിടാതെയാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറംലോകത്ത് പോയിട്ട് ആ ലോകം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ചെറുപ്പകാലത്തിൽ അവന്റെ സ്വപ്നമായിരുന്നു. അവനും അവന്റെ അമ്മയും ഇപ്പൊ താമസിക്കുന്നത് ഈ യുദ്ധകാലത്തിലൊക്കെ ഉണ്ടാക്കിയ അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രദേശം കാണിക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. നഗരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും വെർച്വൽ വേൾഡിന് അടിമകളായിട്ട് സ്വയം കൺട്രോൾ ഇല്ലാതെ നടക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിലുള്ള ഒട്ടുമിക്ക മനുഷ്യരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കുരങ്ങനിൽ നിന്നും മനുഷ്യനായിട്ട് പരിണമിച്ച് അവസാനം മനുഷ്യനിൽ നിന്നും മറ്റെന്തോ ഒന്നിലേക്കായി മാറുകയാണ് മനുഷ്യനിപ്പോ. എന്തായാലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഫ്യൂച്ചർമാനെ അവന്റെ അമ്മ പുറത്തേക്ക് വിടാതിരുന്നത്. അങ്ങനെ കുറെ കാലം അവിടെ ഇരുന്ന് മടുത്ത അവൻ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി പതിയെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവനൊരു VR ഹെഡ്സെറ്റ് കണ്ടു. പതിയെ അവനത് കയ്യിലേക്ക് എടുത്ത സമയത്ത് അതിലൂടെ വലിയൊരു ഡ്രോണ് പോവാണ്. അപ്പൊ തന്നെ ആ ഒരു ഡ്രോൺ അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ ഓടിപ്പോയിട്ട് ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവൻ കയറാൻ നിന്ന ആ ഒരു ബങ്കർ ബോംബിട്ട് നശിപ്പിക്കുകയാണ് ആ ഒരു ഡ്രോൺ. അപ്പോൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവന്റെ അമ്മ മരിച്ചു പോവാണ്. ഈ സംഭവത്തോട് കൂടിയിട്ട് ഫ്യൂച്ചർമാൻ അനാഥനാവുകയാണ്. അതായത് അവൻ കാരണം അവന്റെ അമ്മ മരിച്ചുപോയി. എന്നാലും അവന്റെ അമ്മയെ ഇല്ലാതാക്കിയ ആ ഒരു ടെക്നോളജി അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ അവൻ വളർന്നു. ആ
അവനും ഒരു ടീമിനെ ഉണ്ടാക്കുകയാണ്, അതായത് ആ ഫ്യൂച്ചർ കാലഘട്ടത്തിൽ. മാത്രമല്ല ഇവർ നഗരത്തിലേക്കൊന്നും പോവാതെ ബങ്കറുകളിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണ്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വന്നു. ആ ഒരു ഗോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയ ആ ഒരു പയ്യനെ തടുക്കാനായിട്ടാണ് ഇപ്പൊ ഫ്യൂച്ചർമാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചർമാൻ ഇപ്പൊ ഇവരോട് എല്ലാവരോടും പറയാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിൻഡ്രലയുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ട്. എന്നാൽ ആരുടെ കയ്യിലും ഇപ്പൊ മൊബൈൽ ഫോണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് സിൻഡ്രലയുടെ മൂക്കിൽ നിന്നും ഇതുപോലെ രക്തം വരുന്നത്? ഇവര് പതിയെ പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തേക്ക് നോക്കിയ സമയത്ത് ഇവരാകെ ഞെട്ടിപ്പോയി. അതായത് മൊബൈൽ ഫോണിനോട് അഡിക്റ്റ് ആയിട്ടുള്ള കുറേയധികം പിള്ളേര് അവരാണ് ഇത്തവണ ഇവരെ തടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ആ ഫോണിലേക്ക് നോക്കിയാണ് അവരിയ്ക്കുന്നതും. അതായത് അവരെ പൂർണ്ണമായിട്ടും ആ ഫോൺ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും ഫോണുകൾ അടുത്തേക്ക് വന്നതുകൊണ്ട് തന്നെ സിൻഡ്രലയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുകയാണ്. തലവേദന എടുക്കുന്നുണ്ട്, മൂക്കിൽ നിന്നും രക്തം വരികയാണ്. മാത്രമല്ല ഈ പിള്ളേരാണെങ്കിൽ വാതിലെല്ലാം തകർത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വേഗം എന്ത് ചെയ്തു? ഇപ്പൊ വീടിന്റെ മേൽക്കൂരയിലേക്ക് കയറി നിൽക്കുകയാണ്. താഴെ മുഴുവനും ഫോണിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിള്ളേരാണ്. എന്തായാലും താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി ആ ഒരു 9 വയസ്സുകാരന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇതേ നേരം തന്നെ നമ്മുടെ മാർക്കിന്റെയും ജാനറ്റിന്റെയും കയ്യിൽ ആ ഒരു ഗണ്ണുണ്ടല്ലോ, അത് വെച്ച് പിള്ളേർക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന എന്തോ ഒരു റേഡിയേഷനാ തോന്നുന്നു, അവരെ ഒന്ന് ചേഞ്ച് ആക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള പിള്ളേരാണെങ്കിലും ഒരു സോംബിയെ പോലെ ഇവരെ പിടിക്കാനായിട്ട് ആ മേൽക്കൂരയുടെ മുകളിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതായത് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഫോണും അതിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആണ്. ഈ സമയത്ത് മാർക്കും ജാനറ്റും പറയാണ്, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇവരുടെ ശ്രദ്ധ തിരിക്കാം, ആ ഒരു ഗ്യാപ്പിന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിള്ളേരെല്ലാവരും ഇവരുടെ അടുത്തേക്ക് പോകണം. ആ ഗ്യാപ്പിന് ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ടീമിലെ സ്കോട്ട് അവനിപ്പോ ഒരു മരത്തിലൂടെ ഇറങ്ങാൻ നോക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ പിള്ളേർ മുഴുവൻ ഇപ്പൊ അവന്റെ അടുത്തേക്കും വരുന്നുണ്ട്. അതായത് 2 ഭാഗത്തേക്ക് ഈ പിള്ളേരുടെ ശ്രദ്ധ പോവാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഫ്യൂച്ചർമാനും അതുപോലെ തന്നെ ജിലിയനും സിൻഡ്രലയും കൂടെ നേരെ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴും ഇവരുടെ പിന്നാലെ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ആ ഒരു പിള്ളേര് സോംബികളെ പോലെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്താണ് ഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച കാണുന്നത്. വലിയൊരു കുതിരയുടെ കാല് വന്ന് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കാറിൽ ചവിട്ടാണ്. നോക്കുമ്പോ എന്താ, ഒരു ഭീകരമായിട്ടുള്ള രൂപം. അതായത് അതിന്റെ ശരീരത്തിന് കുതിരയുടെ ശരീരവുമായിട്ട് സാമ്യമുണ്ട്. കഴുത്താണെങ്കിൽ ജിറാഫിന്റേതുപോലെ, തലയാണെങ്കിൽ പൂച്ചയുടേതുപോലെ. എന്തായാലും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇത് കണ്ടപാട് പിള്ളേരെല്ലാവരും നേരെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് റീൽസ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഒരു പെണ്ണിനെയും ചെറുക്കനെയും ഈ പൂച്ച കടിച്ചെടുത്ത് തിന്നുന്നുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരെയും അവിടുന്ന് ഓടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു കഥ കേൾക്കണമെങ്കിൽ ഒരു ഇച്ചിരി പ്രാന്ത് നമുക്ക് വേണമെന്ന്. സിംബോളിക്കലി നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു പിള്ളേരുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഇവരിപ്പോൾ നേരെ ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ മറ്റേ മുഖം മൂടിയിട്ട ആ കൂട്ടത്തിൽ ഒരുത്തൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരിപ്പോൾ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അപ്പൊ ഫ്യൂച്ചർമാൻ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഏതാടാ മരഭൂതങ്ങളെ, എന്തിനാടാ ഞങ്ങളെ കൊല്ലാനായിട്ട് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? ഇപ്പൊ ആ മുഖം മൂടിയിട്ടവൻ പറയാണ്, എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ കൊല്ലുന്നതെന്ന്. നിങ്ങളെ കൊന്നാല് എനിക്ക് ജപ്പാനിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടും. അവിടെ വലിയൊരു ഗെയിം സെന്റർ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാ ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഈ ജോലി ഇവരെ കൊണ്ട് മറ്റാരോ ചെയ്യിപ്പിക്കുകയാണ്. മിക്കവാറും 9 വയസ്സുള്ള ആ ഒരു പയ്യൻ തന്നെ ആയിരിക്കണം. അതായത് ഫ്യൂച്ചർമാൻ പറഞ്ഞല്ലോ, ഏത് രീതിയിലും നമ്മൾ അവിടെ എത്താതിരിക്കാനായിട്ട് അവൻ പല ഐഡിയാസും ഉപയോഗിക്കുന്നു. എന്നാൽ ഈ സമയത്താണ് പെട്ടെന്നൊരു കാറ് വന്നിട്ട് ഈ മുഖം മൂടിക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ സ്കോട്ട് തന്നെ. എന്തായാലും ഇതിനുശേഷം ഇവർ 3 പേരും നേരെ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് പോവാണ്. വാതിൽ മുട്ടിയപ്പോൾ വാതിൽ വന്ന് തുറന്നത് ആ പയ്യന്റെ അമ്മയായിരുന്നു. ആയുധങ്ങളുമായിട്ട് ഈ വന്ന ആൾക്കാരെ കണ്ട സമയത്ത് അവരൊട്ടും പേടിക്കാതെ തന്നെ, നിങ്ങൾ ആരാണ്, എന്താണ് വേണ്ടത്, ഉള്ളിലേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാന്യതയോടുകൂടി സംസാരിച്ച് അവരുള്ളിലേക്ക് വിളിക്കണം. അതേ നേരം തന്നെ ആ കുട്ടിയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഫ്യൂച്ചർമാൻ പറയണം, ഒരു കാരണവശാലും ഇതുപോലെ ആയുധങ്ങളുമായിട്ട് വന്ന ഒരാളെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു കയറ്റില്ല. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. സത്യം പറയടാ, നീ കാരടാന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഒരു സാധനം എടുത്ത് നമ്മുടെ സ്കോട്ടിന്റെ തലക്കിട്ട് ഒറ്റ കുത്തു കൊടുക്കുകയാണ്. പിന്നീട് ഫ്യൂച്ചർമാനെ കൊല്ലാൻ വരുമ്പോഴേക്കും ഇയാളെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് ഫ്യൂച്ചർമാൻ. പിന്നീട് ആ ഒരു ഗണ്ണ് നേരെ ആ കുട്ടിയുടെ അമ്മയുടെ നേരെ ചൂണ്ടുകയാണ്. അപ്പൊ തന്നെ പേടിച്ചുപോയി ആ ഒരു സ്ത്രീ പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യരുത്, ഞാൻ അവന്റെ അമ്മയൊന്നുമല്ല, കാശ് തന്നപ്പോൾ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്, അവൻ മുകളിലുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയിട്ട് അവനെ കണ്ടു എന്ന് പറയാണ്. ഇതും പറഞ്ഞ് പേടിച്ച് ആ സ്ത്രീ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ മുകളിലേക്ക് പോയപ്പോൾ അവിടെയൊന്നും ആ ഒരു പയ്യനില്ല, അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഫ്യൂച്ചർമാൻ ഒരു കാര്യം കാണുന്നത്. അതായത് ഈ നിലമെല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റോബോട്ടിക് മെഷീൻ ഉണ്ടല്ലോ, അത് അവിടെ ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു ഹോളിലേക്ക് പോകുന്നത്. ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു ഹോള് കുത്തി പൊളിച്ചപ്പോൾ താഴേക്ക് ഒരുപാട് സ്റ്റേഴ്സ് കാണുക, കുറേയധികം സ്റ്റെപ്പുകളെ. എന്തായാലും ആ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇവർ നേരെ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് താഴേക്ക് പോയ സമയത്ത് ഒരു വലിയ ഹാള് ഇവർ കാണുകയാണ് കേട്ടോ. ആ ഹാളിന്റെ ഉള്ളിലായിട്ട് ഒരു വലിയ
വലിയ കൂമ്പാരം വയറുകൾ ഉണ്ടല്ലോ, അതിന്റെ കൂമ്പാരം, അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ കീബോർഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ. ഈ പയ്യൻ തന്നെയാണ് ഇവർ തേടി വന്ന ആ ഒരു 9 വയസ്സുകാരൻ. ഭാവി കാലത്തിൽ ലോകത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഗോഡ് AI, ആ സാധനമാണ് അവനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു ടെക്നോളജി ഇതിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ സിൻഡ്രലയ്ക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുകയാണ്, മൂക്കിൽ നിന്നും രക്തവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അതിന്റെ ഉള്ളിലേക്ക് പോവാതെ പുറത്തു നിൽക്കുകയാണ്. എന്നാൽ ഫ്യൂച്ചർമാനും അതുപോലെ തന്നെ ജിലിയനും ഇവർ രണ്ടുപേരും ആ ഒരു വയർ കൂമ്പാരുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. എന്നിട്ട് ആ ഒരു പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണത്, മോനെ ദാ ഈ ഒരു പെൻഡ്രൈവ് അത് നിന്റെ പ്രോഗ്രാമിൽ നീ ആഡ് ചെയ്യണം. അതായത് ആ ഒരു പെൻഡ്രൈവിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാം ഫ്യൂച്ചറിലെ AI-നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഗ്രാമാണിത്. ഇത് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഈ പയ്യനോട് പറയുന്നുണ്ടെങ്കിലും ഇവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവൻ ആ ഒരു കീബോർഡിൽ അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എന്തൊക്കെയോ വാരി തിന്നുന്നുണ്ട്. എന്തായാലും അവൻ ഒരു രീതിയിലും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ഫ്യൂച്ചർമാൻ അവനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. ബോധം കെട്ട് അവൻ ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്തിന് ആ വയറുകൾക്കിടയിലായിട്ട് ഒരുപാടധികം റോബോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആക്റ്റീവ് ആകാൻ തുടങ്ങുകയാണ്. ആ റൂമിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ജിലിയൻ പറയാണ്, ഇവനിങ്ങനെ ബോധം കെട്ട് കിടന്നാൽ ശരിയാവില്ല, പഴയതുപോലെ തന്നെ ഇവൻ ആക്കണമെന്ന് പറയണം. അങ്ങനെ അവനെ മുകളിലേക്ക് എടുത്തു കൊണ്ടുവന്ന് ഒരു വിധത്തിൽ അവന്റെ ബോധം വരുത്തിക്കുകയാണ്. മാത്രമല്ല അവന്റെ കഴുത്തിന്റെ പിന്നിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാർകോഡ്. അതായത് ഈ ഒരു പയ്യനെയും ആരോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിയന്ത്രണത്തിലൂടെയാണ് ഇവൻ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പയ്യനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ നമ്മുടെ ഫ്യൂച്ചർമാനും ജിലിയനും താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് ഇവരുടെ കയ്യിലുള്ള ആ ഒരു പെൻഡ്രൈവ് അതെവിടെങ്കിലും കുത്തിയിട്ട് ഈ ഗോഡ് AI ഉണ്ടല്ലോ ഇതിലേക്ക് ഇവരുടെ ഒരു പ്രോഗ്രാമിനെ കയറ്റണ്ടേ, പക്ഷെ അങ്ങനെ കുത്താനുള്ള ഒരു സ്പേസ് കാണുന്നില്ല. ഈ സമയത്ത് ജിലിയൻ ഒരു കാര്യം നമ്മുടെ ഫ്യൂച്ചർമാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവളുടെ ചെവിയിൽ വെച്ച ആ ഒരു ഹെഡ്സെറ്റിലൂടെ അവളുടെ മകൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു കമ്പനി സെറ്റ് ചെയ്ത് കൊടുത്താണ് അവന്റെ മകന്റെ ആ ശൈലിയിൽ സംസാരിക്കാനായിട്ട്. അപ്പൊ ആ ഒരു മകൻ ജിലിയനോട് പറയാണ്, അവിടെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിലേക്ക് ആ ഒരു പെൻഡ്രൈവ് വെച്ച് ആ ഹാർഡ് ഡിസ്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വയറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. എന്തായാലും ജിലിയൻ ഈ കാര്യം ഫ്യൂച്ചർമാനോട് പറയണം. ഫ്യൂച്ചർമാനും അത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ആ ഹാർഡ് ഡിസ്കിലേക്ക് ഈ പെൻഡ്രൈവ് വെക്കുകയാണ്. എന്നിട്ട് വയറെടുത്ത് ഈ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ വയറുകൾക്ക് മുകളിലുണ്ടായിരുന്ന ആ പയ്യൻ ഇവരെ തിരിഞ്ഞു നോക്കുകയാണ്. ഇത് കണ്ട സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു റോബോട്ട് ഉണ്ടല്ലോ ഇതെല്ലാം പേടിച്ച് ഒരു മൂലക്ക് പോയി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ എന്തോന്ന് ചെയ്ത സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഹാർഡ് ഡിസ്ക് അത് തെറിച്ചു പോയി വീഴാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ പോയിട്ട് ഒട്ടി നിൽക്കുകയാണ്. ഇവരുടെ ദേഹം മുഴുവനും ആ വയറ് വന്ന് ചുറ്റുന്നുണ്ട്. മാത്രമല്ല ഫ്യൂച്ചർമാന്റെ കയ്യിൽ നിന്ന് വീണ് പോയി ആ ഒരു കത്തിയെടുത്ത് ഒരു കുഞ്ഞു റോബോട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അത് വെച്ച് ഫ്യൂച്ചർമാന്റെ നെഞ്ചത്തേക്ക് കുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ പയ്യന്റെ ചുറ്റും ഒരു കവചം പോലെ ആ വയറുകൾ മുഴുവനായിട്ടും കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അവനെ തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ. ഈ സമയത്താണ് നിലത്ത് വീണ് കിടക്കുന്ന ഹാർഡ് ഡിസ്ക് അത് ആരോ ഒരാൾ എടുക്കുന്നത്. അതിലേക്ക് രക്തം മുറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ സിൻഡ്രല തന്നെ. അവള് മരിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു സിസ്റ്റം അത് ഇല്ലാതാക്കണം എന്ന് തന്നെ അവള് തീരുമാനിക്കുകയാണ്. അങ്ങനെ വേദന സഹിച്ചുകൊണ്ട് ആ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് അതിലേക്ക് ആ ഒരു വയർ കണക്ട് ചെയ്യാനായിട്ട് അവള് നോക്കുകയാണ്. വയർ ഏകദേശം അതിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇനി വെറും സെക്കൻഡുകൾ മാത്രം മതി. ആ സമയത്ത് പെട്ടെന്ന് അവൾ മറ്റേതോ ഒരു ലോകത്തേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നുകയാണ്. അതായത് നമ്മുടെ സിൻഡ്രലയെ ആ പയ്യനുണ്ടല്ലോ അവന്റെ ആ ഒരു വെർച്വൽ വേൾഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ അവിടെ വെച്ച് ഈ പയ്യൻ നമ്മുടെ സിൻഡ്രലയോട് സംസാരിക്കുകയാണ്. ശരിക്കുള്ള വേൾഡ് അത് ഭയങ്കര സ്ലോ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ലോകത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ യഥാർത്ഥ ലോകം ഉണ്ടല്ലോ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡിസാസ്റ്റർ ഉണ്ടാവും. ഭൂമികുലുക്കം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, സുനാമി, ഒരുപാട് രോഗങ്ങൾ, വ്യാധികൾ, അങ്ങനെ നമ്മുടെ മനുഷ്യരെ എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ വെർച്വൽ വേൾഡിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതല്ലേ അപ്പൊ ഏറ്റവും നല്ല സ്ഥലം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഇപ്പൊ ഗർഭിണിയല്ലേ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞ് വളരാൻ പോകുന്നത് ഈ മോശമായിട്ടുള്ള ലോകത്തിലാണ്. ടെക്നോളജിയോട് നിനക്ക് വെറുപ്പുള്ളത് കൊണ്ട് തന്നെ നിന്റെ മകനെയും നീ ആ രീതിയിലായിരിക്കും വളർത്തുക, ഇതിനോടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ. പക്ഷെ അവസാനം എന്ത് സംഭവിക്കും? അവൻ ഒരു ദിവസം പുറത്തേക്ക് വരും. ആ സമയത്ത് നീ താമസിക്കുന്ന നിന്റെ ബങ്കറിലേക്ക് ഒരു ബോംബ് വന്ന് വീണ് നീ മരണപ്പെടും. പിന്നെ അവന്റെ ജീവിതം മുഴുവനും നരകമായിരിക്കും. അതായത് എന്താണ് ശരിക്കും ഈ പയ്യൻ പറഞ്ഞു വരുന്നത്? ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആ ഒരു ഫ്യൂച്ചർമാൻ അത് മറ്റാരുമല്ല, നമ്മുടെ സിൻഡ്രല ഉണ്ടല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വളർന്നിട്ടാണ് ഫ്യൂച്ചർമാൻ ആവുന്നത്. ഫ്യൂച്ചർമാന്റെ ചെറുപ്പം നമ്മൾ കണ്ടതല്ലേ. അവൻ പുറത്തേക്ക് വന്ന സമയത്ത് അവൻ താമസിച്ചിരുന്ന ആ ഒരു ബങ്കറിലേക്ക് ബോംബ് വീണ് അവന്റെ അമ്മ മരിച്ചില്ലേ. ആ അമ്മ മറ്റാരുമല്ല, നമ്മുടെ സിൻഡ്രല തന്നെയാണ്. ഇപ്പൊ സിൻഡ്രലയോട് ഈ ചെറുക്കൻ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയാണ്. കണ്ടോ, ഇത്രയും മോശമായി ഈ ലോകത്തിൽ നീ എന്തിനാണ് നിന്റെ കുഞ്ഞിനെ ഇട്ടുവെക്കുന്നത്? എന്തിനാണ് ഈ ലോകത്തിൽ അവൻ വളരുന്നത്? അവൻ എനിക്ക് തന്നേക്ക്, ഞാൻ അവനെ നല്ലതുപോലെ വളർത്തിക്കോളാം. എന്നാൽ ഇതൊക്കെ വെറുതെ അവന്റെ വാഗ്ദാനം മാത്രമാണ് മനസ്സിലായ സിൻഡ്രല പറയാണ്, നിന്റെ ഈ ഒരു ചതിയിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. അവള് സ്വബോധം വീണ്ടെടുക്കുകയാണ്. ആ ഒരു വയറ് ആ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് അവൾ കണക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവളൊന്നും നോക്കിയില്ല, ഒരൊറ്റ കണക്ട് ചെയ്യലാണ്. അടുത്ത നിമിഷം തന്നെ സിസ്റ്റം റീബൂട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വയറുകൾ ഇതെല്ലാം അവിടെ വീണു പോവാണ്. അതായത് ഇവരുടെ പ്ലാന് പോലെ തന്നെ ആ ഒരു ഗോഡ് AI അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറ്റി കഴിഞ്ഞു. അതായത്
ഇവരുടെ ആ ഒരു പദ്ധതി സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം സിൻഡ്രല്ല നേരെ പോകുന്നത് നമ്മുടെ ഫ്യൂച്ചർമാന്റെ അടുത്തേക്കാണ്. അതായത് അവൾ മനസ്സിലാക്കിയല്ലോ ഫ്യൂച്ചർമാൻ അവന്റെ മകനാണെന്ന്. എന്നാൽ അവന്റെ നെഞ്ചിൽ കുത്തുകൊണ്ടതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവൻ മരണപ്പെടും. എന്തായാലും സിൻഡ്രല്ല ഫ്യൂച്ചർമാനെയും കൂട്ടി ആ ഒരു വീടിന് പുറത്തേക്ക് വന്ന സമയത്ത് എല്ലാം നോർമൽ ആയിട്ടുണ്ട്. ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വന്ന നമ്മുടെ മാർക്ക്, ജാനറ്റ് അവരവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജിലിയൻ ഉണ്ടല്ലോ, ജിലിയൻ പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ മകനും അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്യൂച്ചർമാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് ഫ്യൂച്ചർമാന് തോന്നുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന സിൻഡ്രല്ല അവന്റെ അമ്മയാണെന്നും അവന് മനസ്സിലാക്കിയല്ലോ. എന്തായാലും അവളുടെ മൂക്കിൽ നിന്നും ഇതുപോലെ ഒരുപാട് രക്തം വരുന്നുണ്ട്. ആ രക്തം കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീഫ് ഉപയോഗിച്ച് ഫ്യൂച്ചർമാൻ തുടച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ അവനൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഇത്തവണയും നമ്മൾ വിജയിച്ചിട്ടില്ല, നമ്മൾ തോറ്റു എന്ന് പറയാണ്. വേഗം തന്നെ ഫ്യൂച്ചർമാൻ കയ്യിലുണ്ടായിരുന്ന ഒരു റിമോട്ട് ഞെക്കുകയാണ്. ആ സമയത്ത് അയാളുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു ഡിവൈസ് വർക്ക് ചെയ്ത് ഒറ്റയടിക്ക് അയാളോട് നിന്ന് മാഞ്ഞു പോവാണ്. അതായത് ഫ്യൂച്ചറിലേക്ക് തന്നെ ഈ മനുഷ്യൻ തിരിച്ചു പോവാണ്. ഇതിനുശേഷം നമ്മുടെ സിൻഡ്രല്ല വന്ന് നോക്കുമ്പോൾ അവൾ ഉപേക്ഷിച്ചു പോയ അവളുടെ കെട്ടിയവനുണ്ടല്ലോ, അവനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ചുറ്റും നോക്കിയ സമയത്ത് സിൻഡ്രല്ലക്കും തോന്നുകയാണ് എന്തൊക്കെയോ ചില പന്തികേടുണ്ടെന്ന്. അപ്പൊ അവൾ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് റിയാലിറ്റി അല്ല, ഇത് സത്യമല്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരു കൂട്ടം പോലീസുകാരും ഒരു മെഡിക്കൽ ടീമും വരുന്നുണ്ട്. അവളൊരു പ്രാന്തിയാണെന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഫ്യൂച്ചർമാനെ കാണിക്കുകയാണ്. അതായത് 117 തവണ അയാൾ വന്നു പോയി എന്ന് പറഞ്ഞില്ലേ, 118ാമത്തെ തവണയും വന്നു തോറ്റു. ഇപ്പൊ 119ാമത്തെ തവണ വീണ്ടും അയാൾ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ മറ്റാരോടും സംസാരിക്കാതെ ഫ്യൂച്ചർമാൻ നേരെ പോകുന്നത് നമ്മുടെ സിൻഡ്രല്ലയുടെ അടുത്തേക്കാണ്. ആ ചെറുക്കൻ ഉണ്ടാക്കുന്ന ഗോഡ് AI അതിനെ തകർക്കാനായിട്ട് വേണ്ടത് എന്റെ കയ്യിലുള്ള ഈ ഒരു പെൻഡ്രൈവ് ഒന്നുമല്ല, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ കർച്ചീഫ് ആണെന്ന് പറയണം. അതിൽ എന്തുണ്ട്, സിൻഡ്രല്ലയുടെ മൂക്കിൽ നിന്നും വന്ന രക്തമുണ്ട്. അതായത് ഈ പെൻഡ്രൈവ് കൊണ്ടല്ല, ഈ കർച്ചീഫിലുള്ള ഈ രക്തം കൊണ്ടാണ് ഭാവി കാലത്തെ ഞാൻ ഇനി രക്ഷപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെയാണെന്നല്ലേ, ആ രക്തത്തിൽ എന്തുണ്ട്, സിൻഡ്രല്ലയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ അണുക്കൾ മുഴുവൻ ആ രക്തത്തിൽ ഉണ്ടാവുമല്ലോ. അവൾക്കൊരു അലർജി അല്ലേ, അതെന്താണ്, ഈ ടെക്നോളജിയോടുള്ള ആ ഒരു അലർജി. അപ്പൊ അവൾക്കുള്ള ആ ഒരു അസുഖം ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും പടർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലാവരും ടെക്നോളജിയോട് അലർജി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇവർ വിട്ടു നിൽക്കാൻ തുടങ്ങും. അപ്പൊ ഫ്യൂച്ചർമാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു എലിയിലേക്ക് ഈ രക്തമാക്കി ആ എലിക്ക് ഈ അസുഖം വരുത്തി ആ എലിയിലൂടെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ അസുഖം വരുത്താൻ പോവാണ്. ഇയാളുടെ അടുത്ത പദ്ധതി ഇതാണ്. വിജയിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ 9 വയസ്സുള്ള ആ ഒരു പയ്യൻ, അവൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശരിക്കൊരു മനുഷ്യനൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. അതിനെ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അതിനൊരു മനുഷ്യരൂപം വേണമായിരുന്നു. അങ്ങനെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യക്കുഞ്ഞാണ് ആ ഒരു ചെറുക്കൻ. പിന്നീട് ആ ഒരു ചെറുക്കനിലൂടെയാണ് AI കൂടുതലായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരല്പം ഭ്രാന്തുള്ളവർക്ക് മാത്രമേ ഈ ഒരു കഥ കേട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്ന്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, ഇമാതിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഉറപ്പായിട്ടും പറയണേ കമന്റ് ബോക്സിലൂടെ. അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.